മംഗലാപുരത്തെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന പവിത്രൻ 5 ദിവസത്തിൽ കൂടുതൽ ജീവിക്കില്ലെന്ന് മംഗലാപുരത്തെ ഡോക്ടർമാർ കുടുംബത്തോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ഓക്സിജൻ സൗകര്യം മാത്രമുള്ള ആംബുലൻസിൽ കുടുംബം പവിത്രനെ കണ്ണൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വഴിമധ്യേ മരിച്ചെന്ന് കരുതി AKG ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചു. മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനിടെ അറ്റൻഡർ ജയൻ പവിത്രന് ജീവനുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു. പിന്നീട് ഡോക്ടറെത്തി സ്ഥിരീകരിച്ച ICUവിലേക്ക് മാറ്റി. ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ടതിനെ തുടർന്നാണ് ഡിസ്ചാർജ് ചെയ്തതെന്ന് AKG ആശുപത്രിയിലെ ഡോക്ടർ പൂർണിമ റാവു പറഞ്ഞു. അല്ലല്ല, പേഷ്യന്റ് വരുമ്പോൾ ശരിക്കും ഞാൻ കാണുന്നത് 14-ാം തീയതി അഡ്മിറ്റ് ആയതായിരുന്നു. പിന്നെ 15 രാവിലെ ഞാൻ കാണുമ്പോൾ പേഷ്യന്റ് ഓക്സിജൻ ഉണ്ടായിട്ടില്ല, ഓക്സിജനൊക്കെ കുറവുണ്ടായിരുന്നു. പിന്നെ പേഷ്യന്റ് ശ്വാസമുട്ടലൊക്കെ ഉണ്ടായിരുന്നു, സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് ബൈസ്റ്റാൻഡറോട് നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞു അവിടെ നിന്ന് ട്യൂബ് വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നു പേഷ്യന്റ് മംഗലാപുരിൽ. അപ്പോൾ ട്യൂബ് എടുത്തിട്ട് 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടതാ. ഇങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ പേഷ്യന്റ് ശ്വാസത്തിലുണ്ടായിരുന്നു, ജീവിതം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ICUലൊക്കെ മാറ്റി ട്യൂബൊക്കെ ഇട്ടു, ഓക്സിജനൊക്കെ വെച്ചു. 2 ദിവസം ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു, ആൻറ്റിബയോട്ടിക് കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ ഹാർട്ടിന് പമ്പിങ് നല്ല കുറവുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമൊക്കെ ട്രീറ്റ്മെൻറ്റിലൊക്കെ കൊടുത്തപ്പോൾ തന്നെ ഓക്സിജനൊക്കെ മാറ്റേണ്ടി വന്നു. പേഷ്യൻ്റ് നല്ല ബെറ്ററായി. പിന്നെ ഫീഡൊക്കെ കൊടുക്കുമ്പോൾ പേഷ്യൻ്റൊക്കെ നല്ല ബെറ്ററായി. 2 ദിവസം കൊണ്ട് നമ്മൾ ICUലൊക്കെ മാറ്റി റൂമിലൊക്കെ മാറ്റിയിട്ടാകുമ്പോൾ പിന്നെ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇന്ന് പേഷ്യൻറ്റ് നല്ല സംസാരിക്കുന്നത്. ഇന്നലെ നമ്മൾ ബൈസ്റ്റാൻഡർ ചോദിക്കും പറഞ്ഞ് കാണാൻ ആൾക്കാർ വരുമ്പോൾ പിന്നെ ഓർമ്മയൊക്കെ ഉണ്ട്, പേഷ്യൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു സന്തോഷമായി പേഷ്യൻ്റൊക്കെ. പവിത്രൻ മരിച്ചെന്ന് പത്രവാർത്ത നൽകുകയും സംസ്കാര ചടങ്ങുകൾ നിശ്ചയിക്കുകയും ചെയ്തതിനു ശേഷമാണ് ജീവനുണ്ടെന്ന് കണ്ടെത്തിയത്. മരണത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചെത്തിയതിന്റെ ആശ്വാസം പവിത്രനും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചതിന്റെ സംതൃപ്തി കണ്ണൂർ AKG ആശുപത്രിക്കുമുണ്ട്. സി മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.